ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാശയത്തിന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. ആശയം എന്ന് വെച്ചാൽ ഒരു ഇൻഫർമേഷൻ, ഒരു ചിന്ത. അതിന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ആണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് അത്രയും പോസിറ്റീവ് എനർജി ഉള്ള ഒരു ആശയത്തെ തിരഞ്ഞെടുക്കുക. അത്തരം ധാരാളം ആശയങ്ങൾ ലോകത്തിലുണ്ട്. അതിലൊരാശയമാണ് സംഭവിക്കുന്നതെല്ലാം നല്ലതിന്. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ, ഏത് തരത്തിൽ എന്ത് സംഭവിച്ചാലും അതിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടാകും. അത് പക്ഷെ കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു ആശയം പരമസത്യമാണ്. സത്യം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത് എപ്പോഴും നമുക്ക് സ്വസ്ഥത നൽകുന്നതാണ്. ഏതൊരാശയമാണോ നമ്മുടെ മനസ്സിനെ ശാന്തതയിലേക്കും സ്വസ്ഥതയിലേക്കും നയിക്കുന്നത്, ആ ആശയം സത്യമാണെന്ന് പറയാം. താൽക്കാലിക ശാന്തതയല്ല ഉദ്ദേശിച്ചത്, സ്ഥായിയായ ശാന്തത. അപ്പം നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ് എന്ന ഒരാശയത്തെ നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ അപ്പോഴെന്താണോ സംഭവിച്ചിട്ടുള്ള കാര്യം, ആ കാര്യത്തെക്കുറിച്ചിട്ടുള്ള ആശങ്കയും വ്യാകുലതയും വേദനയും വിഷമവും അസ്വസ്ഥതയും എല്ലാം അവിടെ അവസാനിക്കുകയാണ്. അനാവശ്യ ചിന്തകൾക്ക് വിരാമമിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ആശയങ്ങളെ ഉപയോഗിക്കുന്നത്. അങ്ങനെ അനാവശ്യ ചിന്തകൾ ഒഴിവായി മനസ്സ് ശാന്തമാകുമ്പോഴാണ് നമ്മുടെ ബുദ്ധിക്ക് കൃത്യമായ ശരിയായ തീരുമാനമെടുക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ മുമ്പ് ഒരു തീരുമാനം നടക്കേണ്ടതുണ്ട്. എന്താണ് താൻ സംസാരിക്കേണ്ടത്, ഏത് തരത്തിൽ താൻ പെരുമാറണം, പ്രതികരിക്കണം, ഏത് തരത്തിൽ പ്രവർത്തിക്കണം. കൃത്യമായ തീരുമാന ബുദ്ധി എടുത്താൽ മാത്രമേ അതാത് സാഹചര്യങ്ങളിൽ അതുപോലെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയും നമ്മുടെ മനസ്സിൽ അനാവശ്യ ചിന്തകളെല്ലാം ഒഴിവായി മനസ്സ് ശാന്തമാകുമ്പോൾ ബുദ്ധിക്ക് കൃത്യമായ തീരുമാനമെടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നു, ശരിയായ രീതിയിൽ ആ സാഹചര്യത്തിൽ നമ്മൾ പെരുമാറുന്നു, ശരിയായ വാക്കുകൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നു, ശരിയായി നമ്മൾ പ്രവൃത്തികൾ ചെയ്യുന്നു. ഇങ്ങനെ ശരിയായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് കർമ്മമെന്തോ കർമ്മത്തിൻ്റെ ഫലം കിട്ടും. ടു എവ്രി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ശരിയായി കർമ്മം ചെയ്യുമ്പോൾ ശരിയായ ഫലങ്ങൾ നമുക്ക് കിട്ടും. അതായത് നമ്മുടെ പ്രവൃത്തിക്ക് അനുസൃതമായ പോസിറ്റീവായ പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടും. നമ്മുടെ ജീവിതത്തിലെ സന്തോഷം വർദ്ധിക്കും, നമ്മളെ സ്നേഹിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കും, നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥത വർദ്ധിക്കും. അങ്ങനെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കും. അപ്പോൾ നന്മകൾ വർദ്ധിച്ച് ജീവിക്കുക, ഇതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ പുരോഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിത്വത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞത് ആ വ്യക്തിയിലെ നന്മകൾ വർദ്ധിക്കുക എന്നുള്ളതാണ്. നന്മകളുടെ, മൂല്യങ്ങളുടെ ശാക്തീകരണമാണ് യഥാർത്ഥ വ്യക്തിത്വ വികസനം. ഇങ്ങനെ ഒരു വ്യക്തിത്വ വികസനം സാധ്യമാക്കുന്നതിന് നമുക്ക് ശരിയായ കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. ശരിയായ കർമ്മങ്ങൾ നമ്മളിൽ നിന്നും സംഭവിക്കണമെങ്കിൽ നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. ശരിയായ തീരുമാനങ്ങൾ, കൃത്യമായ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് പോസിറ്റീവായേ പറ്റൂ. നമ്മുടെ മനസ്സ് പോസിറ്റീവാകണമെങ്കിൽ അനാവശ്യ ചിന്തകൾക്ക് വിരാമമിട്ടേ മതിയാകൂ. അങ്ങനെ അനാവശ്യ ചിന്തകൾക്ക് വിരാമമിടുന്നതിന് നമ്മളെ സഹായിക്കുന്ന ആശയങ്ങളിൽ ഒന്നാണ് സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്നത്. ഈ ആശയം ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലെ ചിന്തകൾ, അനാവശ്യ ചിന്തകൾക്ക് വിരാമമിടുകയും കൃത്യമായി ബുദ്ധി തീരുമാനങ്ങൾ എടുക്കുകയും പ്രതികരിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് നമ്മളെപ്പോഴും അപ്സെറ്റ് ആകണമെന്നോ ദേഷ്യപ്പെടണമെന്നോ ടെൻഷൻ അനുഭവിക്കണമെന്നോ ഒന്നും അങ്ങനെ ചെയ്യണമെന്ന് ഒന്നുമില്ല. മറിച്ച് നമുക്ക് ഏത് സാഹചര്യത്തിലും പോസിറ്റീവായിട്ട് പ്രതികരിക്കാം. നമ്മുടെ ഉള്ളിൽ ശാന്തത നിലനിർത്തിക്കൊണ്ട് പുറമേ വേണ്ട നടപടികൾ സ്വീകരിക്കും. ഒരു പക്ഷേ എന്തെങ്കിലും നിയമത്തിൻ്റെ സഹായം തേടേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നിൽ വന്നതെങ്കിൽ നിയമസഹായം തേടിക്കോളൂ. പക്ഷേ
മനസ്സിനെ അസ്വസ്ഥമാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. മനസ്സിൽ ആരോടെങ്കിലും ശത്രുതാഭാവം നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇല്ലല്ലോ. മറ്റുള്ളവരാരായിക്കോട്ടെ, എതിർപക്ഷത്ത് നിൽക്കുന്നവരാരായിക്കോട്ടെ, അവർ നമുക്ക് എത്രത്തോളം നഷ്ടം കൊണ്ടുവരുന്ന കാര്യമാണ് ചെയ്തത് എന്നിരുന്നാലും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വെക്കുന്നതിന് നമുക്കൊരു തടസ്സമല്ല ഇതൊന്നും. മനസ്സിൻ്റെ ശാന്തത നിലനിർത്താനുള്ള ആശയമാണ് സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്നത്. മറിച്ച് പുറമേ നമ്മുടെ ഏത് നാട്ടിൽ നമ്മൾ ജീവിക്കുന്നുവോ ആ നാടിൻ്റെ നിയമമനുസരിച്ച് ബാക്കി നടപടികൾ എടുക്കുക. പുറമേ നമുക്ക് ശത്രുത കാണിക്കേണ്ട ആവശ്യവുമില്ല. നമ്മളോട് ഒരാൾ ശത്രുതയോടെ പെരുമാറി എന്ന് കരുതി നമ്മൾ തിരിച്ച് ആ വ്യക്തിയോട് ശത്രുത കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിച്ചോളൂ, കാരണം നമുക്ക് നഷ്ടമുണ്ടാവരുത്. അതല്ലാതെ മനസ്സിനെ ശാന്തമാക്കണം. പക്ഷേ ഈ രഹസ്യം എല്ലാവർക്കും അറിയില്ല. ആളുകൾ കരുതുന്നത് നമുക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചാൽ പിന്നെ അവരോട് ശത്രുവാവണം എന്നുള്ളതാണ്. പിന്നെ അവരെ പ്രതി ദേഷ്യം, വെറുപ്പ്, വൈരാഗ്യം, പക, പ്രതികാരം ഇതൊക്കെ വേണം എന്നാണ് ആളുകൾ കരുതുന്നത്, പലരും. പക്ഷേ അവിടെ നമുക്ക് ഈ ഒരാശയത്തെ സ്വീകരിച്ചുകൊണ്ട് സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്നൊരാശയത്തെ സ്വീകരിച്ചുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കി നിലനിർത്തിക്കൊണ്ട് നമുക്ക് പ്രതികരിക്കാം. അത്തരം പ്രതികരണങ്ങൾ നമ്മളിൽ നിന്നും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിവേകിയായ ഒരു മനുഷ്യനായിട്ട് മാറുന്നത്. ഇല്ല എങ്കിൽ എത്ര ഗ്രന്ഥങ്ങൾ കാണാതെ പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല. മറിച്ച് എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര നമുക്ക് പദവിയും പത്രാസും ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര കണ്ട് പേരും പ്രശസ്തിയും പണവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സാഹചര്യങ്ങൾ ഏത് തന്നെ നമ്മുടെ മുന്നിൽ വന്നാലും ആ സാഹചര്യങ്ങളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാനസികാവസ്ഥ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്തെല്ലാം ഭൗതിക തലത്തിലുണ്ടോ അതെല്ലാം വെറുതെയാവും. അതുകൊണ്ട് വിവേകം എന്ന് പറയുന്നത് നമ്മുടെ മാനസികാവസ്ഥയെ എപ്പോഴും ശാന്തമാക്കി നിലനിർത്തുക. ചുറ്റും എന്ത് സാഹചര്യവും വരട്ടെ നമുക്കതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. പക്ഷെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മനസ്സിൻ്റെ ശാന്തത നിലനിർത്തുക എന്നുള്ളതാണ്. കാരണം മനസ്സിൻ്റെ ശാന്തതയിലാണ് ബുദ്ധിയുടെ കൃത്യമായ തീരുമാനം കൈക്കൊള്ളാനുള്ള ആ ശക്തി ഇരിക്കുന്നത്. ശരിയായ തീരുമാനം ബുദ്ധി എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിൽ നിന്നും ശരിയായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കൂ, എത്രയോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എത്രയോ പണ്ഡിതന്മാരുണ്ട്, സർവ്വഗ്രന്ഥങ്ങളും കാണാതെ പഠിച്ചവരുണ്ട്. പക്ഷെ സാഹചര്യം ഒന്ന് മാറി വരട്ടെ, അവർ അപ്സെറ്റ് ആകുന്നത് കാണാം, അസ്വസ്ഥതയോടുകൂടി പ്രതികരിക്കുന്നത് കാണാം. വളരെ കഷ്ടമാണത്. ഇത്രയധികം ഗ്രന്ഥങ്ങൾ കാണാതെ പഠിച്ചിട്ടും ഇത്രയധികം പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കാഴ്ചവെച്ചിട്ടും എന്തുകൊണ്ട് അവർക്ക് ആ സാഹചര്യത്തിൽ അവരുടെ മനസ്സിനെ ശാന്തമാക്കി നിലനിർത്താൻ സാധിക്കുന്നില്ല? പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷേ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാത്ത അല്ലെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത ആശയങ്ങൾ എന്തിനാ നമ്മൾ ബുദ്ധിയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്? അതുകൊണ്ട് നമുക്ക് വേണ്ടത് അറിവാണ്. ആ അറിവ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ മനസ്സിൻ്റെ ശാന്തത നിലനിർത്താൻ വേണ്ടി. മനസ്സ് ശാന്തമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് മാറും. ഇത് നമ്മുടെ പുരാണങ്ങളിൽ നിന്നും നമ്മുടെ മഹത് ഗ്രന്ഥങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ഇത്തരം വലിയ വലിയ രത്നങ്ങൾ, അറിവിൻ്റെ രത്നങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ ആ ആഴക്കടലിൽ പോയിട്ട് ഒന്ന് തപ്പിയെടുക്കണമെന്ന് മാത്രം. എല്ലാവർക്കും പക്ഷേ ഇത്തരം ആശയങ്ങളെ സ്വീകരിച്ച് അവനവനെ പരിവർത്തനപ്പെടുത്താൻ ഉള്ള വഴി അറിയില്ല. കാരണം ആളുകൾ കരുതുന്നത് താൻ ഇത്തിരി ഗമയിലൊക്കെ നടന്നെങ്കിൽ മാത്രമേ തനിക്ക് വില കിട്ടുകയുള്ളൂ എന്നാണ്. അതായത് കുറച്ച് രോഷത്തോടെയൊക്കെ പ്രതികരിച്ചാൽ മാത്രമേ ആളുകൾ തനിക്ക് വില തരൂ എന്നുള്ളതാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല. എത്രത്തോളം നമ്മൾ മാനസികമായിട്ട് ശാന്തമാകുന്നുവോ അത്രത്തോളം ഈ മുഴുവൻ ലോകത്തിനും നമ്മൾ ഒരു മിത്രമായിട്ട് മാറുകയാണ്. ഈ മുഴുവൻ വിശ്വത്തിൻ്റെയും മിത്രമായിട്ട് നമ്മൾ മാറുകയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മുടെ ഭാരതത്തിലെ പൂർവികന്മാർ നമ്മളെ പഠിപ്പിച്ചു.
എപ്പോഴാണ് ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാകുന്നത്? നമ്മൾ സദാ ഓരോരോ സാഹചര്യങ്ങളിലും ഇങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നാൽ ഈ ലോകത്തിന് നമ്മളെ കൊണ്ട് എന്തു ഗുണമാണുള്ളത്? ആദ്യം ലോകത്തിന് സുഖം കിട്ടുന്നതിന് മുമ്പേ ആദ്യം നമുക്കല്ലേ സുഖം കിട്ടേണ്ടത്? നമുക്ക് സുഖം അനുഭവിച്ചാൽ മാത്രമല്ലേ നമുക്ക് മറ്റൊരാൾക്ക് സുഖം നൽകാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ മാനസികമായി അസ്വസ്ഥരാകുന്ന ആളുകൾ കാരണം തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ജീവജാലങ്ങൾക്കും അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം എത്ര ഗ്രന്ഥങ്ങൾ കാണാതെ പഠിച്ചിട്ടും കാര്യമില്ല. ജീവിതത്തിൽ ചില ആശയങ്ങളെ നമ്മൾ പ്രാവർത്തികമാക്കി നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുവാനുള്ള ശ്രദ്ധയുണ്ടാവണം. മനസ്സിൽ ശാന്തതയില്ലാത്ത ഒരു വ്യക്തി ഈ ഭൂമിക്ക് ഭാരം തന്നെയാണ്. അവരാണ് ഈ ലോകത്തെ അസ്വസ്ഥമാക്കുന്നത്. അതുകൊണ്ട് മഹത് ഗ്രന്ഥങ്ങൾ നമ്മളിലെ ഓരോരോ അസ്വസ്ഥതകളെയും ഇല്ലാതെയാക്കി നമ്മളെ ശാന്തരാക്കി മാറ്റുന്നതിന് ഉള്ള അറിവിൻ്റെ രത്നങ്ങളുമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. വെറുതെ പാരായണം ചെയ്ത് മാത്രം സമയം കളയാതെ അവയുടെ അർത്ഥങ്ങളെ മനസ്സിലാക്കി അവ തൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കണമെന്ന് കൂടി പഠിക്കണം. ഈ രാമായണ മാസക്കാലം അത്തരം ആശയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമ്മളിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരുന്നതിന് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.